കുട്ടിയുടെ പെൻഡിൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള വള്ളപ്പെര പുതിയതായിട്ട് ഒന്നുകൂടി കെട്ടുവാണ്. കാരണം നേരത്തെ കെട്ടിയിരുന്ന പ്ലാസ്റ്റിക് ഒക്കെ വെയിൽ കൊണ്ട് പൊടിഞ്ഞു പോയി. ഇനിയിപ്പോൾ മഴക്കാലമല്ലേ വരുന്നത്, അപ്പോൾ വള്ളത്തിൽ വെള്ളം നിറയാതിരിക്കാൻ വേണ്ടിയാണ് ഇത് കെട്ടുന്നത്. അപ്പം നമ്മളിത് കെട്ടുന്ന തർപ്പാളം ഉണ്ടാകും. ഇത് നേരത്തെ ഇതിനകത്ത് കിടന്ന ഇതൊക്കെയാണ്, അത് നമ്മൾ പറിച്ച് കളഞ്ഞു. നമ്മുടെ പാടത്ത് വെള്ളം കയറി കിടക്കുവാണ്. അച്ഛൻ വള്ളത്തെ കയറി കയറൊക്കെ ആയിട്ട് മുളയൊക്കെ ഒന്നുകൂടി കെട്ടി ബലപ്പെടുത്തുക. കാരണം ഇവിടുത്തെ കാറ്റെന്ന് പറഞ്ഞാൽ ഭയങ്കര ശക്തമായിട്ടുള്ള കാറ്റ്, അതിന് ഇതൊക്കെ നിൽക്കാൻ ഭയങ്കര പാടാണ്. ഇത് നമ്മൾ പുതുതായിട്ട് മേടിച്ച തറപ്പാളയാണ്. ഇനി വേറെ എന്താ പറയുന്നതെന്ന് എനിക്കറിയില്ല, ഞാൻ തറപ്പാള എന്നാണ് പറയുന്നത്. ഇത് ഇത്രയും ഇട്ടാലേ നമ്മുടെ വള്ളപ്പേരയ്ക്ക് അത്യാവശ്യം നീളമുണ്ട്. വള്ളങ്ങൾക്ക് നീളമുള്ളതുകൊണ്ട് അതിൻ്റെ അത്ര നീളത്തിലാണ് പണിതിരിക്കുന്നത്. ഒരു രാവിലെയൊക്കെ ഇപ്പം ഒരു വെയിലൊക്കെ കുറച്ച സമയത്ത് നമ്മളിതിന് കെട്ടാൻ തുടങ്ങിയതാണ്. അമ്മയും അച്ഛനും കൂടിയാണ് കെട്ടുന്നത്. ഞാൻ അവിടെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുള്ളൂ. അച്ഛൻ വള്ളത്തിൻ്റെ കൂമ്പിൽ നിന്നുകൊണ്ട് ഇത് കെട്ടുക. ഇപ്പം നമ്മുടെ ഇവിടെ 2 വള്ളം കിടപ്പുണ്ട്. ഇത് കൂടാതെ അച്ഛൻ ഗസ്റ്റിനെയൊക്കെ കൊണ്ടുപോകുന്നൊരു വള്ളവും കൂടിയുണ്ട്. 3 വള്ളമാണ് ഇതിനകത്ത് കിടക്കുന്നത്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഫുഡ് കഴിക്കാൻ പോയി. ഇന്ന് നമ്മുടെ വീട്ടിൽ കപ്പയും മുളകുമാണ്. അപ്പം എൻ്റെ ചേച്ചിയാണ് മുളക് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അപ്പം നമുക്ക് വേറെ എന്ത് കറി ഉണ്ടെങ്കിലും കപ്പയുടെ കൂടെ മുളക് ഉണ്ടെങ്കിലേ ടേസ്റ്റ് വരത്തുള്ളൂ. എല്ലാവരും ഇങ്ങനെയല്ലേ മുളക് ഉണ്ടാക്കുന്നത്. ഇനി മുളക് ചമ്മന്തി എന്നാണോ പറയുന്നത്? ഞാൻ ഹോസ്റ്റലിൽ ഇന്ന സമയത്ത് അവിടെ എല്ലാവരും മുളക് ചമ്മന്തി എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. പിന്നെ കപ്പ പുഴുങ്ങിയതും ഉണ്ടായിരുന്നു. രാവിലെ ഫുഡൊക്കെ എടുത്ത് കഴിച്ച് കുറച്ച് കഴിഞ്ഞ് ചെന്ന് നോക്കുമ്പോഴേക്കും നമ്മുടെ വള്ളപ്പേര പകുതിയും പണി തീർന്നായിരുന്നു. അപ്പോൾ ആ സമയത്തുള്ള അച്ഛനും അമ്മയും കെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോഴേക്കും ഞാൻ വന്ന് നോക്കിയപ്പോഴേക്കും തറപ്പാള ഫുൾ കെട്ടി. ഇതിൻ്റെ മുകളിലോട്ട് വേറെ ഇടുന്നുണ്ട്, കാരണം ഇത് വെയിൽ കൊണ്ട് പൊടിഞ്ഞു പോകും, പെട്ടെന്ന് കീറിയൊക്കെ പോവാതിരിക്കാൻ. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ മുകളിലോട്ട് വേറെ ഒരു പടുതയും കൂടി ഇട്ട്, അതാണ് വള്ളപ്പേര ഫുള്ള് ഇപ്പോൾ പണിത് കയറുന്നത്. ഇന്ന് വൈകുന്നേരം ഞാൻ നടക്കാൻ പോയായിരുന്നു. എന്നേക്കാളും മുന്നേ ഒരാൾ പോകുന്നുണ്ട്. നേരത്തെ ആൻഡ്രു ആണ് കൂടെ വരുന്നതെങ്കിൽ ഇപ്പം ഇവനാണ് വരുന്നത്. ഇവിടെ നേരത്തെ കാടൊന്നും പിടിച്ചിട്ടില്ലായിരുന്നു. ഇപ്പം ആൾക്കാരൊന്നും നടക്കാത്തതുകൊണ്ടായിരിക്കും കാടൊക്കെ പിടിച്ചത്. പിന്നെ ഇവിടെ ഒരു സ്ഥലമുണ്ട്, ഞാൻ എപ്പോഴും വന്നിരിക്കുന്ന സ്ഥലമാണ്. ഹൗസ് ബോട്ടൊക്കെ വരുന്ന സമയമായിട്ടുണ്ടായിരുന്നു. ഇവിടെ വരുമ്പോൾ നല്ല രസമാണ് കാണാൻ. ഒരാൾ മുന്നേ പോകുന്നുണ്ട്. പിന്നെ ഇപ്പോൾ പാടത്ത് വെള്ളം കയറ്റിയിട്ടിരിക്കുന്നതുകൊണ്ട് ഇവിടെ പടിയൊക്കെ മുങ്ങി, അല്ലെങ്കിൽ ഈ പടി കൂടെ ഞാൻ നടന്ന് പാടത്തോട്ട് ഇറങ്ങുമായിരുന്നു. ഞാൻ അടുത്ത കൃഷിയാകുമ്പോഴേ വെള്ളം വറ്റത്തുള്ളൂ. പിന്നെ നമ്മളൊരു വൈകുന്നേരം സമയമാകുമ്പോൾ നമ്മുടെ പട്ടിയായിട്ട് മോളിൽ പോയിരിക്കാറുണ്ട്. അവൻ എന്നേക്കാളും മുന്നേ കയറി മോളിൽ ഇപ്പോൾ ഉണ്ടായിരുന്നു. സാധാരണ ഞാൻ കയറുന്നത് കണ്ടുകൊണ്ടാണ് കയറുന്നത്. അവൻ അവിടെ കിടക്കും, ഞാൻ മുകളിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. ഇവിടെ ഇന്ന് സൺസെറ്റ് നല്ല രീതിയിൽ കാണാം. ഇപ്പം വീടിൻ്റെ ഫ്രണ്ടിലും വെള്ളമാണ്, പുറകിലും വെള്ളം കയറ്റിയിട്ടിരിക്കുക. 2 സ്ഥലത്ത് മീനുണ്ട്. ഞാൻ പുറകിലൊക്കെ ചൂണ്ടയിടാറുണ്ട്, ചെമ്പല്ലിയൊക്കെ കിട്ടും. പിന്നെ ഈ സമയമാകുമ്പം ഗസ്റ്റിനെയൊക്കെ കൊണ്ട് ശിക്കാര വള്ളവും അല്ലാതെ വള്ളങ്ങളൊക്കെ പോകുന്ന സമയം. പിന്നെ ഈ ഒരു കവുങ്ങിൽ ഒരു കാക്കക്കൂടുണ്ട്. കാക്കക്കൂടിനകത്ത് കാക്കക്കുഞ്ഞില്ല, കുയിൽക്കുഞ്ഞ് മാത്രമേ ഉള്ളൂ. പിന്നെ സന്ധ്യ ആകുമ്പോഴേക്കും ചന്ദ്രൻ വരും. ഒരു സൈഡിൽ സൂര്യൻ അസ്തമിക്കുമ്പോൾ അപ്പുറത്തെ സൈഡിൽ ചന്ദ്രൻ. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. താങ്ക് യു.